നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ സിദ്ധാർത്ഥൻ്റെ മരണമടക്കമുള്ള കാര്യങ്ങൾ CBI അന്വേഷണത്തിന് വിട്ടത് എന്ന് ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ CBIക്ക് അന്വേഷണം ഏർപ്പെടുത്താമെന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഒരു ഭൂതോദയമുണ്ടായതും ആ ഭൂതോദയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അന്ന് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചത്. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണമെന്ന് പറയപ്പെടുന്ന സർക്കാരിന് കനത്ത വെല്ലുവിളിയായിരുന്നല്ലോ. അപ്പോൾ സർക്കാർ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ CBI ചുമതലപ്പെടുത്തുവാൻ മുഖ്യമന്ത്രി ഉത്തരവ് നൽകിയത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും ഇത് സംബന്ധിച്ച ഫയലുകളെന്ന് പറയപ്പെടുന്ന CBIക്ക് കൈമാറാൻ വൈകിച്ച് റിമാൻഡിൽ കഴിയുന്ന SFI നേതാക്കളെ അടക്കം ജാമ്യത്തിൽ പുറത്തിറക്കുക എന്നതായിരുന്നു CPMൻ്റെ അജണ്ട എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ CPMൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ അന്വേഷണം ബോധപൂർവം വൈകിപ്പിക്കുന്നതായി ബോധ്യപ്പെട്ട സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ നേരെ ചെല്ലുന്നത് ഹൈക്കോടതിയിൽ ചെന്ന് ഹർജി ഫയൽ ചെയ്തതോടെയാണ് CBI അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. ഫയലുകൾ പൂഴ്ത്തിവെച്ച് താമസിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ആ ആരോപണങ്ങളിൽ സർക്കാരിന് പങ്കില്ലെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ആ ഫയലിൽ തന്നെ കാലതാമസം വരുത്തിയ ആഭ്യന്തര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി അടക്കമുള്ളവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുപറ്റി ഇവരെ 3 പേരെയും സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഇത് പൂഴ്ത്തിവെച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ പ്രവേശിക്കാമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPM ജീവനക്കാരുടെ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള ഇവർ 3 പേരെയും സസ്പെൻഡ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ആക്ഷേപം ശരിവെക്കുന്ന നടപടികളാണ് ഈ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ, അതായത് 3 പേരെയും തിരികെ എടുക്കുന്നു. യാതൊരു അന്വേഷണങ്ങളോ നടപടികളോ കൂടാതെയാണ് ഈ ആഭ്യന്തര വകുപ്പ് തന്നെ ഇവരെ സർവീസിൽ പ്രവേശിപ്പിക്കുവാനുള്ള ഉത്തരവിട്ടത് എന്നുള്ളതാണ് വസ്തുത. പതിവിന് വിരുദ്ധമായി പൊതുഭരണ വകുപ്പ് പുറത്തിറക്കേണ്ട അച്ചടക്ക നടപടി സംബന്ധിച്ച ഫയൽ അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ കൈകാര്യം ചെയ്തതിലും തിരികെ സർവീസിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഉത്തരവിറക്കിയതിലും അപ്പോൾ ദുരൂഹതയുണ്ട്. ഒരു പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട ഫയലെന്ന് പറയപ്പെടുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കുറ്റപത്രം നൽകാതെയും പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയും അവരെ തിരികെ സർവീസിൽ പ്രവേശിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ഇതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശാനുസരണമാണ് CBIക്ക് ഫയൽ കൈമാറാൻ വൈകിപ്പിച്ചത് എന്നുള്ള കാര്യം സുവ്യക്തമാണ്. ഹൈക്കോടതിയിൽ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ഹർജി ഫയൽ ചെയ്തതോടെയാണ് CBIയുടെ സംഘം തന്നെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. CBI ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള കുറ്റപത്രം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിമാൻഡിൽ കഴിയുന്ന SFIയുടെ നേതാക്കൾക്ക് കോടതി ജാമ്യം ഇപ്പോൾ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയോ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പോകാത്തത് ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പ്രതിപക്ഷ സമരമൊക്കെ അവസാനിപ്പിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സിദ്ധാർത്ഥൻ്റെ വിയോഗം കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷം മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ സിദ്ധാർത്ഥൻ്റെ പിതാവിന് സന്ദർശനം അനുവദിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഉത്തരവിട്ടത് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ തിരക്കഥയുടെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയുമോ? അതിൻ്റെ ബാക്കിപത്രമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരികെ സർവീസിലേക്ക് പുനഃപ്രവേശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവരെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പൊതുഭരണ വകുപ്പിനെ അവഗണിച്ചുകൊണ്ട് സസ്പെൻഷൻ ഉത്തരവിറക്കിയിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ പ്രസ്തുത ഉത്തരവിൽ ആ സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ പൊതുഭരണ വകുപ്പിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. സിദ്ധാർത്ഥിൻ്റെ മരണമെന്ന് പറയപ്പെടുന്ന CBI അന്വേഷണത്തിന് സർക്കാർ വിട്ടത് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത്. മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും മാതൃകാപരമായി ശിക്ഷിക്കണം, അവരുടെ തുടർപഠനം തടയണം എന്നീ ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. കാരണം പൊതുസമൂഹത്തിന് മനസ്സിലായിരിക്കുന്നത് SFIയുടെ പ്രവർത്തകർ വളരെ കൃത്യമായി ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപാതകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അത് കൊലപാതകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ SFIയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളടക്കം പ്രതികളായിട്ടുള്ള കേസിൽ നിന്ന് എങ്ങനെയാണ് അവരെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുക എന്നുള്ള CPMൻ്റെ തന്ത്രമാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതും CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഫയലുകൾ കൈമാറാതെ വൈകിപ്പിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ എന്ന് ഇപ്പോൾ സുവ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ തിരഞ്ഞെടുപ്പിൽ 10 വോട്ട് നേടുക, അതിൽ നിന്ന് 10-15 സീറ്റ് നേടുക എന്നതിനപ്പുറം ഒരു മനുഷ്യൻ്റെ കൊലപാതകമോ മരണമോ അവൻ്റെ ജീവനോ തന്നെ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. സ്വന്തം പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും മാത്രം സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവരുടെ കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും മാത്രം ചെയ്യുന്ന തരത്തിലേക്ക് ആ പാർട്ടിയും ആ പാർട്ടിയെ നയിക്കുന്ന നേതാക്കളുമൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് പ്രബുദ്ധ കേരളമെന്ന് നമ്മളൊക്കെ അവകാശപ്പെടുന്ന ഈ നാടിന് നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ MV ഗോവിന്ദനും അടക്കമുള്ള സഖാക്കളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടി സഖാക്കൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ഇങ്ങനെ നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ വാദിക്കാൻ നിൽക്കരുത്. തെറ്റ് ചെയ്യുന്നവരാരാണെങ്കിലും അവരെല്ലാവരും സമന്മാരാണ്. അവരെ തുല്യനീതിക്ക് നടപ്പാക്കേണ്ടതാണ്, തുല്യനീതി നടപ്പാക്കി കൊടുക്കേണ്ടതാണ്. നീതി നിഷേധം സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന മരിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ കൊലപാതകത്തിലായി പോട്ടെ, ആത്മഹത്യ എന്ന് നിങ്ങൾ പറയുന്ന കൊലപാതകം ചെയ്യപ്പെട്ട ആ വിദ്യാർത്ഥിക്ക് നീതി നിഷേധം നടത്തരുത്. അവനെ ഇത്രയും ക്രൂരമായി കൊലപാതകത്തിലേക്ക് നയിച്ച് ആത്മഹത്യയാക്കി തീർത്ത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ ഇല്ലാതാക്കിയ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇപ്പോൾ ഈ ഫയലുകൾ അടക്കം മുക്കിയ സർക്കാർ ഉദ്യോഗസ്ഥരെ പുനഃപ്രവേശനം നടത്തിയിരിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നാണ്. അതായത് സർക്കാരിൻ്റെ ഒത്താശയില്ലെങ്കിൽ ഇങ്ങനൊരു ഉദ്യോഗസ്ഥനും ഇവിടെ ഇത്രത്തോളം ധാർഷ്ട്യം കാണിക്കില്ല. സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒത്താശയോടുകൂടി പാർട്ടി സംഘടനാ പ്രവർത്തകർ ആയതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലെ കുറച്ച് ദിവസം മാത്രം സസ്പെൻഷനിൽ നിൽക്കുകയും 26-ാം തീയതി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം ഉത്തരവിറങ്ങുകയും അവരെ തിരികെ ഈ 3 ഉദ്യോഗസ്ഥരെയും തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ് ഈ സർക്കാർ അർത്ഥമാക്കുന്നത് എന്ന് പറയേണ്ടി വരും. അത് ഇത്രമാത്രമാണ് എന്നാണ് ഞങ്ങളുടെയൊക്കെ സാധാരണ ബോധ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് 4 വോട്ട് കിട്ടുന്നതിനും 10 സീറ്റ് കിട്ടുന്നതിനും വേണ്ടി മാത്രം നിങ്ങൾ നടത്തിയ ഒരു പൊറാട്ട നാടകമായിരുന്നു ഈ CBI അന്വേഷണം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ നഷ്ടപ്പെട്ടു പോയത് സ്വന്തം കുട്ടിയും നഷ്ടപ്പെട്ടത് സ്വന്തം മാതാപിതാക്കൾക്കുമായതുകൊണ്ട് അവർ പക്ഷേ അതിൻ്റെ നീതി തേടി ഇറങ്ങി കോടതിയിൽ മുന്നിലേക്ക് എത്തപ്പെടുകയും കോടതിയുടെ ഉത്തരവിൻ പ്രകാരം CBI അന്വേഷണം നടക്കുകയും ചെയ്തു. ആ CBI അന്വേഷണത്തിൽ നിന്ന് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ മൂടിവെക്കാൻ ശ്രമിക്കുന്ന, രക്ഷിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കുട്ടി സഖാക്കൾ അടക്കം ജയിലഴികൾക്കുള്ളിൽ തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അവിടെ നിങ്ങൾ ഇത്രത്തോളം രക്ഷിക്കാൻ ശ്രമിച്ചവർ നിയമത്തിൽ മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല.